Question number 10. Question number 10. Determinants എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഡിറ്റർമിനന്റിന്റെ ഫോമിലാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1/5 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0. ദാറ്റ് മീൻസ് വി നീഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഡിറ്റർമിനന്റ്. ഒരു ഡിറ്റർമിനന്റിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്ക് രണ്ട് വഴികളുണ്ടല്ലേ. ഒന്നുകിൽ ആദ്യം തന്നെ ആ ഡിറ്റർമിനന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്തോ മറ്റോ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഇനി അതല്ലെങ്കിൽ ഡിറ്റർമിനന്റ് നേരിട്ടിട്ട് തന്നെ ഡെറിവേറ്റീവ് എടുക്കാനുള്ള മെത്തേഡ് നിങ്ങൾക്കറിയാം. ആദ്യം ഫസ്റ്റ് റോയുടെ മാത്രം ഡെറിവേറ്റീവ് എടുക്കുക, സെക്കൻഡ് റോയും തേർഡ് റോയും അങ്ങനെ തന്നെ വെക്കുക, ദെൻ പ്ലസ് ഇട്ടിട്ട് വീണ്ടും സെക്കൻഡ് റോയുടെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് റോയും തേർഡ് റോയും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക, പ്ലസ് തേർഡ് റോയുടെ ഡെറിവേറ്റീവ്, ഇങ്ങനെ പോകുന്ന മെത്തേഡ് അറിയാം. അപ്പോൾ അത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാൻ ആ മെത്തേഡിലേക്ക് പോകുന്നില്ല. നമുക്ക് ഈ ഡിറ്റർമിനന്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് അത്ര സിമ്പിൾ ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു കാര്യം ചെയ്യുന്നു. ഇവിടെ R2 ചേഞ്ചസ് ടു R2 മൈനസ് R1 എന്ന ട്രാൻസ്ഫർമേഷനും R3 ചേഞ്ചസ് ടു R3 മൈനസ് R1 എന്ന ട്രാൻസ്ഫർമേഷനും അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തായിട്ട് വരിക മക്കളെ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നോക്കിയേ, ഫസ്റ്റ് കോളത്തിന് ചേഞ്ച് ഒന്നും വരുത്തുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് കോളം അങ്ങനെ തന്നെ എഴുതുന്നു. ഫസ്റ്റ് കോളം അല്ല, ഫസ്റ്റ് റോ, ശരിയല്ലേ? ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതുന്നു. 2 സൈൻ എക്സ് റൈസ് ടു 4, അതുപോലെ 3 പ്ലസ് സൈൻ സ്ക്വയർ 2x. കണ്ടോ, ഫസ്റ്റ് റോ ഞാൻ അങ്ങനെ തന്നെ എഴുതി, ഒരു മാറ്റവും വരുത്തിയില്ല. ഇനി സെക്കൻഡ് റോ എങ്ങനെയാണ് മാറുന്നത്? സെക്കൻഡ് റോ ചേഞ്ചസ് ടു സെക്കൻഡ് റോ മൈനസ് ഫസ്റ്റ് റോ. R2 മൈനസ് R1, R2വിൽ നിന്ന് R1 ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയേ. ആദ്യത്തത് 3 വരും, രണ്ടാമത്തത് 0 വരും, അടുത്തത് -3 വരും. കണ്ടോ? ഇനി അതുപോലെ R3 മൈനസ് R1, തേർഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ സബ്ട്രാക്ട് ചെയ്യണം. തേർഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ സബ്ട്രാക്ട് ചെയ്താൽ 0, 3, -3 എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. ഇനി ഞാനൊരു കാര്യം ചെയ്യുന്നു, ഇതിനെ ഫസ്റ്റ് റോയിലൂടെ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്താൽ 2 cos x റൈസ് ടു 4 ഇൻറ്റു 0 മൈനസ് -9, അപ്പോൾ ഇൻറ്റു 9 എന്ന് എടുക്കാം അല്ലേ. അടുത്ത മൈനസ് 2 sin x റൈസ് ടു 4 ഇൻറ്റു ദെൻ -9 -0, അപ്പോൾ -9 എന്ന് കിട്ടും ഇൻറ്റു. അടുത്തത് പ്ലസ് 3 പ്ലസ് സൈൻ സ്ക്വയർ 2x ഇൻറ്റു 3 ഇൻറ്റു 3 9 -0, 9 എന്നല്ലേ കിട്ടുക അല്ലേ. അപ്പോൾ ഇത് 18 cos എക്സിൻ്റെ റൈസ് ടു 4, ഇവിടെയാണെങ്കിൽ പ്ലസ് 18 സൈൻ എക്സിൻ്റെ റൈസ് ടു 4, പിന്നെ അവിടെ 27 പ്ലസ് 9 ഇൻറ്റു സൈൻ സ്ക്വയർ 2x എന്ന് വരില്ലേ മക്കളെ, അല്ലേ? ഓക്കെ ആണോ? യെസ്. വിച്ച് ഈസ് ഈക്വൽ ടു, ആദ്യത്തെ രണ്ട് ടേംസ് ഒന്ന് നോക്കിയടാ. ആദ്യത്തെ രണ്ട് ടേംസ് എടുത്താൽ 18 ഇൻറ്റു അതിനെ എനിക്ക് cos x റൈസ് ടു 4 പ്ലസ് സൈൻ എക്സ് റൈസ് ടു 4 എന്നല്ലേ വന്നിരിക്കുന്നത് അല്ലേ. പിന്നെ 27 ഉണ്ട്, പിന്നെ ഒരു 9 സൈൻ സ്ക്വയർ 2x ഉണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു, പക്ഷെ നിങ്ങൾക്കറിയാം cos x റൈസ് ടു 4 പ്ലസ് സൈൻ എക്സ് റൈസ് ടു 4 അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന മെത്തേഡ്. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മൈനസ് 1/2 സൈൻ സ്ക്വയർ 2x എന്നല്ലേ കിട്ടുന്നത്. പ്ലസ് 27 പ്ലസ് 9 ഇൻറ്റു സൈൻ സ്ക്വയർ 2x. അതെങ്ങനെയാണ് നമ്മൾ cos x റൈസ് ടു 4 പ്ലസ് സൈൻ എക്സ് റൈസ് ടു 4നെ സിംപ്ലിഫൈ ചെയ്യുന്നത്? നോക്കാം നമുക്ക് അല്ലേ. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ട്രിഗണോമെട്രിയിൽ പല പ്രാവശ്യം പലയിടത്തും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു റിസൾട്ട് കൂടിയാണ്. നമ്മൾ എഴുതും സൈൻ എക്സ് റൈസ് ടു 4 പ്ലസ് കോസ് എക്സ് റൈസ് ടു 4 ആണെങ്കിൽ ഇതിനെ ഞാൻ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ദ ഹോൾ, സൈൻ സ്ക്വയർ എക്സിൻ്റെ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എക്സിൻ്റെ സ്ക്വയർ ഇങ്ങനെ എഴുതുന്നു. ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയതുകൊണ്ട് എനിക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 2ab എന്നെഴുതാൻ പറ്റുമല്ലോ അല്ലേ. പക്ഷേ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്, 1 മൈനസ്. ഇനി അതുപോലെ ഇവിടെ നോക്കിയേ, ഞാൻ ഒരു 2 കൂടെ കൊടുത്തു. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ മുമ്പിൽ ഒരു 1/2 കൊടുത്തു. അപ്പോൾ ഇത് 1/2 ഇൻറ്റു, ശരിയല്ലേ, 1/2 ഇൻറ്റു 2 സൈൻ എക്സ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കണ്ടോ, അതായത് 1 മൈനസ് 1/2 ഇൻറ്റു
2 sin x cos x sin 2x അല്ലേ, sin 2xൻ്റെ സ്ക്വയർ sin സ്ക്വയർ 2x എന്ന് എഴുതാമല്ലോ. ഇങ്ങനെയാണത് വരുന്നത്. ഇത് ഇവിടെ പറയേണ്ട കാര്യമുള്ളതല്ല, ഇത് ട്രിഗണോമെട്രിയിൽ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതുപോലെ തന്നെ sin x റൈസ് ടു 6 പ്ലസ് cos x റൈസ് ടു 6ഉം അറിയില്ലെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചോളൂ, അത് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്നതാണ് ട്രിഗണോമെട്രിയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നുകൂടെ നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 18 മൈനസ് 9 സൈൻ സ്ക്വയർ 2x അല്ലേ, പ്ലസ് 27 പ്ലസ് 9 സൈൻ സ്ക്വയർ 2x എന്നല്ലേ മക്കളെ വരിക. അങ്ങനെയാണെങ്കിൽ ഇടാ ഇവിടെ വെച്ച് മൈനസ് 9 സൈൻ സ്ക്വയർ 2xും പ്ലസ് 9 സൈൻ സ്ക്വയർ 2xും ക്യാൻസലായി പോകില്ലേ, ബാക്കി 18 പ്ലസ് 27 എന്ന് വരും. 18 പ്ലസ് 27 എടുത്താൽ നമുക്ക് 45 എന്നല്ലേ കിട്ടുക. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 0 ആയിരിക്കില്ലേ ഫോർ എനി എക്സ്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 0 തന്നെയല്ലേ വരിക അല്ലേ. ഏത് എഫ് ഓഫ് എക്സ് എടുത്താലും അത് കോൺസ്റ്റൻ്റ് ആണ്, 45 ആണ്. അപ്പോൾ എക്സിന് നിങ്ങൾ ഏത് നമ്പർ കൊടുത്താലും ഡെറിവേറ്റീവ് 0 അല്ല വരുള്ളൂ. അപ്പോൾ എക്സിന് 0 കൊടുത്താലും ഡെറിവേറ്റീവ് എന്താ 0, എഫ് ഡാഷ് 0 0 അല്ലേ. അങ്ങനെയാണെങ്കിൽ 1/5 ഇൻറ്റു എഫ് ഡാഷ് 0 എന്ന് പറയുന്നത് 1/5 ഇൻറ്റു 0 അതും 0 അല്ലേ വരിക. ചുരുക്കി പറഞ്ഞാൽ ഓപ്ഷൻ 1 അല്ലേ നമുക്ക് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുക.